Hello guys, welcome to our YouTube channel. ഇപ്പം സമയം ഒരു 4-4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് പോയി കുളിക്കണം. അപ്പോൾ കുളിക്കുമ്പോൾ മെയിൻ പ്രശ്നം ശബ്ദമൊന്നും കേൾക്കാതെ വേണം കുളിക്കാൻ. അതെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ ആലോചിക്കുന്ന വേറൊന്നുമല്ല, ഇനി എന്തെങ്കിലും ശബ്ദം കേട്ട് ഉണ്ണിയെണ്ണോ ഉണ്ണിമോളോ എണീക്കോ എന്നുള്ള പേടിയിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത് ഇനി വിളക്ക് കത്തിക്കണം, പിന്നെ അവരെ പോയി വിളിക്കണം. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ വിളക്കൊക്കെ കത്തിക്കുമ്പോഴും എൻ്റെ മനസ്സ് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ചെറിയ ശബ്ദമെങ്കിലും കേട്ട് അച്ഛനും മോളും എണീക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല രീതിക്ക് തന്നെ അവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന് കണി കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റി കേട്ടോ. അത് ഉണ്ണിമോളുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അവൾ കണ്ണ് തുറന്ന് കണ്ടത് കൃഷ്ണനെ തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവളെ കൊണ്ട് കണി കാണിക്കാൻ എനിക്ക് പറ്റി കേട്ടോ. അതിനുശേഷം എനിക്ക് കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ. വിചാരിച്ചു ഉണ്ണിമോളെ ഇടയ്ക്ക് വെച്ച് ഓണന്ന് കോളാവൂന്ന്. പക്ഷെ അവൾ ഇവിടെ വന്നിട്ടല്ല തുറന്നില്ല, പൊക്കി പിടിച്ചിരുന്നു. അപ്പൊ ഹാപ്പി വിഷു. അങ്ങനെ ഞങ്ങൾ വിഷുക്കണിയൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവള് രാവിലെ വിളിച്ചുകൊണ്ട് ഭയങ്കര നിർബന്ധവും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഉണ്ണിമോളുടെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ആ വിഷു ഞങ്ങൾ ഇന്ന് ഉണ്ണിമോളെ കൊണ്ടാക്കാൻ പോകുന്നത് എവിടെ ഉണ്ണിയണ്ണ? ട്രസ്റ്റില് അമ്മയടുത്താണ് കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഉണ്ണിമോൾ അമ്മേന്റെ കൂടെയാണ് വിഷു സദ്യ ഉണ്ണുന്നതും. പ്രശ്നോട്ട് പോകാം. ഉണ്ണിമോള് അവളുടെ അമ്മൂമ്മയുടെ അടുത്ത് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിമോളുടെ ആദ്യത്തെ വിഷു അവൾ ആഘോഷിക്കാൻ പോകുന്നത് ഒത്തിരി അമ്മമാരെ കൂടെയും അവരുടെ സ്വന്തം അമ്മൂമ്മയുടെ കൂടെയാട്ടോ. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അവൾ പോയിട്ട് വരട്ടെ. അപ്പോൾ ആളെ കയറി പോകുന്നുണ്ട്, അമ്മ റെഡിയാവാൻ പോയേക്കുവാന്ന് പറഞ്ഞ്. അങ്ങനെ ഉണ്ണിയണ്ണ നേരെ കൊണ്ടു കൊടുക്കുന്ന വർഷേച്ചിൻ്റെലാട്ടോ. വർഷേച്ചി കണ്ടുടഞ്ഞ് ഉണ്ണിമോളെ വന്നങ്ങ് എടുത്ത് കേട്ടോ. ഇനി ആ ഉണ്ണിമോളെ കാര്യം വർഷേച്ചി അമ്മയൊക്കെ അങ്ങ് നോക്കും കേട്ടോ. ആ ഒരു തക്കത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ വിചാരിച്ചൊരു ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന്. പക്ഷെ ഞങ്ങൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തു. പക്ഷെ അതൊന്നും നടന്നില്ല. വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ആ വിഷു ഞങ്ങളങ്ങ് അടിച്ച് വിളിച്ചു കേട്ടോ. ഫസ്റ്റ് വിഷു അല്ല, അത് മാത്രമല്ല ഈ വിഷുവിന് ഞങ്ങൾ രണ്ടുപേരുടെ പുറത്തു പോയി. കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം പുറത്തു പോകുന്നത് കേട്ടോ. അതിൻ്റേതായ സന്തോഷങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഈ കോക്രികളൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. എന്തൊക്കെ കോക്രി കാണിച്ചിട്ട് ഞങ്ങൾക്ക് മതി വരുന്നില്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകുന്നത്. അതിൻ്റെതായ സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉണ്ണിമോളെ കൊണ്ട് അമ്മൂമ്മേൻ്റെ കയ്യിൽ അവളെ അമ്മൂമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ കറങ്ങാണങ്ങിയതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. വിഷു എന്ന് പറയുമ്പോഴേ മെയിൻ സദ്യയാണല്ലോ. ഇത്രയും വിഭവങ്ങൾ ഒന്നിച്ചുണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്ത് ഫുഡ് കഴിച്ചത്. ഉണ്ണിമോള് പിന്നെ അവിടെ ട്രസ്റ്റിൽ അമ്മ വെക്കുന്ന ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, അവളെ സദ്യ അവിടെ കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷുവായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്ക് തന്നെയായിരുന്നു. നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ ഇതെല്ലാം വന്നത്. ഇനി നമുക്ക് ചോറും കൂടെ വരാനുണ്ട്, അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ കറിയൊക്കെ ലേശം തൊട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചോറ് വരുമ്പോഴത്തേക്ക് കറി കണ്ടാൽ മതി എന്നാണ് ഉണ്ണിയുടെ പറയുന്നത് കേട്ടോ. അനങ്ങാൻ പറ്റത്തില്ല, ഒരു വലിയ മൂക്കമ്പാമ്പിനെ വിഴുകിയിട്ടിരിക്കുക. ഞങ്ങളുടെ കറക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നമുക്ക് ഉണ്ണിമോളെ വിളിക്കാൻ പോകണം. വൈകിട്ടാവാറായി. അപ്പം അവിടെ നിന്ന് വിഷു പ്രമാണിച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് ഉണ്ണിമോളെ വിളിക്കാൻ പോകണം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഉണ്ണിമോളെ വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് പ്രധാന ഒരു കാര്യം ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ണിമോള് വന്നിട്ടുള്ള പറയാതെ സർപ്രൈസ് ആയിരുന്നു അത് ഇവർക്ക്. ഗൈസ്, അപ്പം ഞങ്ങൾ ഉണ്ണിമോളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പ്രധാന കാര്യമുണ്ട്. അതെന്തുവാന്ന് ഞങ്ങൾ വഴിയെ പറയാട്ടോ. ഉണ്ണിമോള് വന്നിട്ട് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഒരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ണിമോളെ വിളിക്കാൻ പോവുകയാണ്.
ഗൈസ് ഇവിടെ മല പോലെ മണ്ണായിരുന്നു. മണ്ണെടുത്തെടുത്തെടുത്ത് ഇപ്പൊ മണ്ണ് തീർന്നു. ഇപ്പൊ പരന്ന് കിടക്കും അവിടെ. റോഡിന്റെ ഒക്കെ കോലം കണ്ടോ. ട്രെയിൻ ഓടിക്കുന്നതൊക്കെ സ്കൂട്ടി ഓടിക്കുന്നു. നമ്മൾ ഉണ്ണുമോളെ വിളിക്കാൻ പോണേ. ഈ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. ഉണ്ണിമോളുടെ ആദ്യത്തെ വിഷുവാണ്. അത് മാത്രമല്ല ഞാൻ ഒത്തിരി സന്തോഷ വിഷു ആട്ടോ. കഴിഞ്ഞ വിഷുവിനെ കാട്ടി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ വിഷു ഇതാട്ടോ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഉണ്ണിമോളെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഉണ്ണിമോള് വരട്ടെ, ഇനി നമുക്ക് ബാക്കി കലാപരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ണിമോളെ വിളിച്ചുകൊണ്ടൊക്കെ വന്നു. ട്രസ്റ്റിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. ഭയങ്കര കരച്ചിലായിരുന്നു ഇടയ്ക്ക് വെച്ച്. എന്ന് വെച്ചാൽ അവസാനം അവിടുത്തെ ട്രസ്റ്റിലെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ ആള് കരച്ചിൽ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നു. അപ്പം ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തുവാ എന്തുവാ അപ്പൊ ഗൈസ് നമ്മുടെ വിഷു നമ്മള് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പം പടക്കമില്ലാതെ എന്ത് വിഷു അല്ലേ. നമ്മള് കഴിഞ്ഞ വിഷുവിലും പടക്കം ഒന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ വട്ടം പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ വട്ടം ഉണ്ണിമോളുള്ള നല്ല അടിപൊളി വിഷു ആയിരുന്നു. അപ്പം നമ്മൾ ഇനി പടക്കം പൊട്ടിക്കാൻ പോവാ. അപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കാം. ഒരാളെ കാണണ്ടേ നിങ്ങൾക്ക്? ഇവിടെ ഒരാൾ ഇരുന്ന് നോക്കൂ. അച്ഛനും അമ്മയും എന്തുവാ കാണിക്കുന്നത്? പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. അനാമികയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പടക്കം പൊട്ടിച്ച് ഇവിടെ വല്ലോ കിടക്കുന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക് അതിന്റെ ആ തുണിയെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച ഉണ്ണിയണം പടക്കം പൊട്ടിച്ച് തീർന്നു. കൊള്ളാം നല്ല ചുമ്മാ. അപ്പം അങ്ങനെ പോലും പറഞ്ഞുകൂടാ, തമാശക്കൂല. അപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കാൻ തുടങ്ങാം. ഉണ്ണിമോളെ തുടങ്ങാം, പടക്കം പൊട്ടിക്കാം. ഈ വണ്ടിയാണ് നമുക്ക് സേഫ് ആക്കാനുള്ളത്. ഉള്ളതുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഉണ്ണിമോൾ ഈ സൈഡിൽ ഇരിക്കട്ടെ. നമുക്ക് ആ മതിന്റെ ഇതുണ്ടല്ലോ, നമുക്ക് എന്നിട്ട് ഇവിടെ വയ്ക്കാം. അപ്പൊ വണ്ടിയും ആളും അവിടെ ഇരിക്കട്ടെ. ആശാൻ പോയി പടക്കം പൊട്ടിക്കൂ. ഞാൻ ഇങ്ങോട്ട് ഇരിക്കട്ടെ. അത് കത്തിച്ചിട്ടേ ഓടി അതിലിടിക്കല്ലേ കിണറ്റില്. ഉണ്ണിയേ സൗണ്ട് പേടിയായോ? ശരിക്കുവാനോ ഉണ്ണിമോളെ? അല്ല ശരിക്കുവാനോ? സൗണ്ട് പേടിയായോ? ചെറുതായിട്ടൊന്ന് പേടിച്ചോന്ന് സംശയം. അപ്പൊ അത് ഭയങ്കര സ്മെല്ല് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി തറച്ചക്രം കത്തിക്കാന്ന്. ഹായ് പറ ഉണ്ണിമോളെ. ഹായ് പറ ഉണ്ണിമോളെ. ഹായ് ഹായ്. പടക്കം പൊട്ടിച്ചിട്ട് ഇതേപോലെ ചിരിയും കളിയുള്ള കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു പേടിയില്ല. പടക്കം നോക്കുക. അപ്പൊ ഞങ്ങള് പോട്ടെ. ഇല്ല അകത്ത് പോയി കേൾക്കും. അച്ഛനമ്മനെ ബോധിച്ചോളാം. ടാറ്റാ. പിന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ, ഈ പടക്കം ഇങ്ങനെ കൈ വെച്ചിട്ട് എറിയാന്ന്. ഇത് കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ഇനി ആവർത്തിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അമ്മമാര് ഇന്ന് ദേവി ഇത് ചീത്ത പറയല്ലേ. നമ്മുടെ ഉണ്ണിമോള് വന്നത് ആദ്യത്തെ വിഷു ആയിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് വിചാരിച്ച ഒട്ടും ഞങ്ങൾ വിചാരിച്ചില്ല. അവളെ വിഷു അവളെ അമ്മാമേൻ്റെ കൂടെ ആയിരിക്കും ആഘോഷിക്കുന്നത്. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ വിഷു വീഡിയോസ് ഇത്രയേ ഉള്ളൂ.